ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 12 വർഷത്തിന് ശേഷം മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഒരുമിക്കുന്നു എന്ന വാർത്തയ്ക്കാണ് ഇപ്പോൾ പ്രാധാന്യമുള്ളത്. അങ്ങനെ ഒരുമിക്കുന്നു എന്ന വാർത്ത വന്നപ്പോൾ ചിലർ ചോദിച്ചത്, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സുരേഷ് ഗോപിക്ക് അനുകൂലമായി വോട്ട് പിടിക്കാൻ മമ്മൂട്ടി പോവുകയാണോ, അതല്ല ഒരുമിച്ച് അഭിനയിക്കാൻ പോവുകയാണോ, അതുമല്ലെങ്കിൽ ഒരുമിച്ച് സിനിമ നിർമ്മിക്കാൻ പോവുകയാണോ? ഇങ്ങനെ കുറേ ചോദ്യങ്ങളാണ് പലരും ചോദിച്ചത്. ഇതിൻ്റെ സത്യാവസ്ഥ അപ്പോഴും വ്യക്തമായിരുന്നില്ല. കാരണം ഒരു കാര്യം ഉറപ്പാണ്, എന്തായാലും മമ്മൂട്ടി സുരേഷ് ഗോപിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങില്ല എന്നുള്ളത് 100% ഉറപ്പോടെ എനിക്ക് പറയാൻ കഴിയും. അതിന് പ്രധാന കാരണം രണ്ടുപേരും രണ്ട് പാർട്ടികളിൽ വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ. മമ്മൂട്ടി CPMൻ്റെ സഹയാത്രികനും കൈരളിയുടെ ചെയർമാനുമാണെന്ന് ആലോചിക്കണം. അതുപോലെ പഠിക്കുന്ന കാലത്തും SFIയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വിദ്യാർത്ഥിയായിരുന്നു ആലോചിക്കണം. അപ്പോൾ ആ രീതിയിലേക്ക് പോകില്ല. കാരണം പലരും മത്സരിക്കുന്നുണ്ടെങ്കിലും മമ്മൂട്ടി അത്തരം കാര്യങ്ങളിലേക്ക് പോകാറില്ല. അതേസമയം CPMൻ്റെ കാൻഡിഡേറ്റിൽ മത്സരിക്കുന്ന മുകേഷിന് വേണ്ടി വോട്ട് പിടിക്കാനൊക്കെ പോയിട്ടുണ്ട്, ഇനിയും പോകും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഇന്നസെൻറ്റിന് വേണ്ടിയും 2 വാക്ക് സംസാരിക്കാൻ മമ്മൂട്ടി പോയിരുന്നു. അതൊക്കെ രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള സുഹൃത്ത് ബന്ധം. അപ്പോൾ ചോദിക്കും, സുരേഷ് ഗോപി ആയിട്ടെന്താ സുഹൃത്ത് ബന്ധം ഇല്ലേ എന്നുള്ളത്. ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയും. അപ്പോൾ നിങ്ങൾ പറയും, അല്ലെങ്കിലും നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെയല്ലേ, നിങ്ങൾ തമ്മിൽ അടുത്തിരിക്കുന്നവരെ അകറ്റാനല്ലേ നോക്കിയിട്ടുള്ളൂ, ഗോസിപ്പ് എഴുതി ഇപ്പോഴും അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെയായിരിക്കും നിങ്ങൾ ചോദിക്കുക. സുഹൃത്തെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, സത്യങ്ങൾ പറയുമ്പോൾ അത് ഗോസിപ്പ് ആണ് എന്ന് പറയരുത്. മാത്രമല്ല, ഇപ്പോൾ അത്തരം വർത്താനങ്ങളിലേക്ക് നമ്മളൊന്നും പോകാറില്ലല്ലോ, എൻ്റെ ആവശ്യമില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, 12 വർഷമായി ഇവർ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചിട്ട് എന്ന് ആലോചിക്കണം. അപ്പോൾ ചോദിക്കും, അതിനു മുമ്പ് അവരഭിനയിച്ചു. കാരണം എൻ്റെ ഓർമ്മയിലുള്ളത് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത, രഞ്ജി പണിക്കർ തിരക്കഥ എഴുതിയ ഒരു സിനിമയുടെ 2 സിനിമയുടെ ഒരു പേരാക്കിക്കൊണ്ടാണ് കിങ് ആൻഡ് കമ്മീഷണർ എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണെന്ന് ആലോചിക്കണം. 2 സിനിമ, കമ്മീഷണറിൽ സുരേഷ് ഗോപി കലക്കിയില്ലേ, കിങ്ങിൽ മമ്മൂട്ടി കലക്കിയില്ലേ, രണ്ടുപേരും സൂപ്പറായിട്ട് ചെയ്ത സിനിമ തന്നെയാണ്. അപ്പോൾ ഇവർ വിചാരിച്ചു, ഈ 2 കഥാപാത്രങ്ങളെ ഒരു സിനിമയിലാക്കിയാൽ, ഒരു പേര് കൊടുത്താൽ എന്തായിരിക്കും സ്ഥിതി, ബമ്പർ ഹിറ്റാവില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഐഡിയ എടുത്തത്. പക്ഷേ മമ്മൂട്ടി അഭിനയിക്കാൻ തയ്യാറായപ്പോഴും സുരേഷ് ഗോപി ചില കണ്ടീഷൻസ് വെച്ചു. ഞാൻ മമ്മൂട്ടിയോടൊപ്പം അധികം അഭിനയിക്കില്ല, മമ്മൂട്ടിയും ഞാനും ഒരേ രംഗത്ത് വരുന്ന രംഗങ്ങൾ അധികം ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ ഒരു പിടിവാശി കാണിച്ചു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തിനാണ് ആ പിടിവാശി ഉണ്ടായത്? അവർ തമ്മിൽ തെറ്റിയിരുന്നോ എന്ന് ചോദിച്ചാൽ, ഒരു വടക്കൻ വീരഗാഥ സമയത്ത് തുടങ്ങിയ ഇച്ചിരി, അതായത് സൗന്ദര്യപ്പിണക്കൾ എന്നേ പറയുള്ളൂ. സൗന്ദര്യപ്പിണക്കങ്ങളാകുമ്പോൾ ശത്രുത കൊണ്ടാവണമെന്നില്ല. ആ ഒരു വടക്കൻ വീരഗാഥയിൽ തുടങ്ങിയ സൗന്ദര്യപ്പിണക്കം പിന്നെ അത് പല കാരണങ്ങൾ കൊണ്ട് വലുതായി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശസ്ത്രക്രിയ ചെയ്ത് വിജയിക്കേണ്ട ഘട്ടത്തിലേക്ക് വരെ എത്തി. കാരണം ഈ സുരേഷ് ഗോപിക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ആ പ്രശ്നത്തിൻ്റെ പുറകിൽ മമ്മൂട്ടിയാണ് എന്ന് സുരേഷ് ഗോപി ശക്തമായി വിശ്വസിച്ചു. അത് കുടുംബ ബന്ധങ്ങളെ പോലും ബാധിച്ചു എന്നാണ് പറഞ്ഞത്. പിന്നെ മമ്മൂട്ടിയുടെ പേര് എന്ന് പറയുമ്പോൾ പോലും അത് കേൾക്കുന്ന മാത്രമേ സുരേഷ് ഗോപി പൊട്ടിത്തെറിക്കാറാണ് പതിവ്. ആ പേരേ കേൾക്കണ്ട, ആ അക്ഷരമേ കേൾക്കണ്ട. അങ്ങനെ എത്രയോ വർഷങ്ങളെന്ന് ആലോചിക്കണം. അതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല, ഈ കിങ് ആൻഡ് കമ്മീഷൻ ലൊക്കേഷനിലേക്ക് ഞാൻ പോയിരുന്ന ഒരാളാണെന്ന് ആലോചിക്കണം. ഇവിടെ 2 പേരെയും ഒരുമിച്ച് നിർത്താൻ എനിക്ക് പറ്റിയിട്ടില്ല, ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റിയിട്ടില്ല. ക്യാമറയ്ക്ക് മുന്നിൽ വന്നു കഴിഞ്ഞാൽ 2 പേരും 2 ഭാഗത്താണ് പോയിരിക്കുന്നത്, സംസാരിക്കാറില്ല. അങ്ങനെ ഷാജിയുടെയും ഈ പടമായതുകൊണ്ട് 2 പേരും സഹകരിച്ചു. 2 പേരും എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിക്ക് അത്തരം വിചാരങ്ങളോ ശത്രുതയോ ഒന്നും ഉണ്ടായിരുന്നില്ല.
പറ്റില്ല. മമ്മൂട്ടി എപ്പോഴും പറഞ്ഞ അവന് ഭ്രാന്ത, അവന് വട്ടാണ്. ഞാനൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. എനിക്കിപ്പോൾ അവൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. അവൻ ആരോ തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് മമ്മൂട്ടി എന്നും പറഞ്ഞത്. അപ്പോൾ മമ്മൂട്ടി അങ്ങനെ പറഞ്ഞാലും സുരേഷ് ഗോപി അതുവരെ വിശ്വസിച്ചിട്ടില്ല. ഒന്നാമത് ഇച്ചിരി കാര്യം മതി സുരേഷ് ഗോപിക്ക്. അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ സുരേഷ് ഗോപി മുമ്പും മുതിർന്നിട്ടില്ല. ഇതൊരു കാരണമല്ല, പല കാരണങ്ങൾ, പല ഉദാഹരണങ്ങൾ ഒരു മാധ്യമ പ്രവർത്തനത്തിലേക്ക് എനിക്കറിയാവുന്ന ആലോചിക്കണം. അങ്ങനെ കുറേ സംഭവങ്ങൾ കഴിഞ്ഞു. എപ്പോഴെങ്കിലും മഞ്ഞ് ഉരുകുമെന്ന് വിചാരിച്ചു. ഇവർ രണ്ടുപേരെയും ഒരുമിച്ച് സിനിമയിൽ അഭിനയിപ്പിക്കാൻ പലരും പിന്നീട് ശ്രമിച്ചു. അത് നടന്നില്ല. എനിക്ക് സിനിമയില്ലെങ്കിലും ഞാൻ ഇനി മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കില്ല എന്നുള്ള തീരുമാനം എടുത്ത് നടന്ന നടനാണ് സുരേഷ് ഗോപി എന്നാലോചിക്കണം. അങ്ങനെയുള്ള സുരേഷ് ഗോപിയും മമ്മൂട്ടിയും 12 വർഷത്തിന് ശേഷം പുതിയൊരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്നാലോചിക്കണം. ആരുടെ സിനിമ? ആരാണ് സംവിധായകൻ? മഹേഷ് നാരായണൻ. നല്ല സിനിമ ചെയ്ത നല്ല സംവിധായകനാണ് മഹേഷ് എന്നാലോചിക്കണം. മഹേഷിൻ്റെ ആദ്യത്തെ സിനിമ അറിയിപ്പ് എന്നുള്ള സിനിമയിൽ കുഞ്ചാക്കോ ബോബനായിരുന്നു നായകൻ എന്നാലോചിക്കണം. ഇപ്പോൾ അതേ മഹേഷിനെ കൊണ്ട് കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും ആൻഡോ ജോസഫും ചേർന്ന് 3 പേരും ചേർന്ന് ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ ചെയ്യിക്കുകയാണെന്ന് ആലോചിക്കണം. ഈ 3 നിർമ്മാതാക്കളും ഈ ബിഗ് ബഡ്ജറ്റ് സിനിമ ചെയ്യിക്കുമ്പോൾ അത് UK-യിലും USA-യിലുമായിട്ട്, അത് കുറച്ച് ഡൽഹിയിലുമായിട്ട് 90-100 ദിവസം കൊണ്ട് ഇതിൻ്റെ ചിത്രീകരണം പൂർത്തിയാക്കാൻ പോകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പേര് ഇട്ടിട്ടില്ല ഇതുവരെ നിലയ്ക്കണം. ഇവർ 3. അപ്പോൾ ആരൊക്കെ അഭിനയിക്കണം? മമ്മൂട്ടി എന്തായാലും നിർബന്ധിക്കണം. ഈ മഹേഷിൻ്റെ സിനിമയിൽ ആദ്യമായിട്ടാണ് മമ്മൂട്ടി അഭിനയിക്കുന്ന ആലോചിക്കണം. അങ്ങനെ മമ്മൂട്ടി വന്നു, ഫഹദ് ഫാസിൽ വന്നു, കുഞ്ചാക്കോ ബോബൻ വന്നു. ഇനി 2 പേര് കൂടി, പ്രഗത്ഭർ കൂടി വേണം. അങ്ങനെയാണ് ഈ സുരേഷ് ഗോപിയുടെ പേര് വന്നത്. കാരണം സുരേഷ് ഗോപി അടുത്ത കാലത്ത് ജോഷിയുടെയും മറ്റു സിനിമയിലൂടെ വലിയ തിരിച്ചുവരവാണ് നടത്തിയത്. രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാട് വേറെയാണെങ്കിലും നടനെന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് ഇപ്പോഴും മാർക്കറ്റുണ്ട്, പ്രേക്ഷകർ കൂടെയുണ്ട് എന്ന അറിവ് കൊണ്ട് തന്നെയാണ്. മാത്രമല്ല മമ്മൂട്ടിയും സുരേഷ് ഗോപിയും എന്നുള്ള മഞ്ഞ് കുറേ ഉരുകി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും പഴയ രീതിയിലേക്ക് വരാൻ കുറച്ചുകൂടി സമയം എടുക്കുമെങ്കിലും പഴയതുപോലെ ശത്രുത സുരേഷ് ഗോപിക്ക് മമ്മൂട്ടിയോടില്ല എന്നാലോചിക്കണം. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഇടപെട്ടതിൻ്റെ പേരിൽ സുരേഷ് ഗോപി ഈ സിനിമയിൽ മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കാമെന്ന് സമ്മതിച്ചു കഴിഞ്ഞതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു കണ്ടീഷനോടെ. മമ്മൂട്ടിക്ക് എത്രമാത്രം പ്രാധാന്യം ഈ സിനിമയിലുണ്ടോ അതിൽ ഒരു തൊട്ട് മുൻപിലല്ലാതെ, തീരെ താഴെ പോകാതെ, അല്ലെങ്കിൽ സമമായി തുല്യമായിട്ടുള്ള പ്രാധാന്യം എനിക്കുണ്ടായിരിക്കണം. എനിക്ക് പ്രാധാന്യമില്ലാത്ത സിനിമയിൽ അത് എത്ര വലിയ സിനിമയായാലും ശരി ഞാൻ അഭിനയിക്കില്ല. അങ്ങനെയാണെങ്കിൽ അഭിനയിക്കാൻ തയ്യാറാണ് എന്നാണ് സുരേഷ് ഗോപിയുമായി അടുപ്പമുള്ള വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ സുരേഷ് ഗോപി സമ്മതിക്കുകയാണെങ്കിൽ ഏപ്രിൽ-മെയ് മാസത്തോടുകൂടി ഇതിൻ്റെ ചിത്രീകരണം തുടങ്ങാനാണ് ആലോചന. ആ ചിത്രീകരണം ആദ്യം തുടങ്ങും US-ലായിരിക്കും, അത് കഴിഞ്ഞ് UK-യിലായിരിക്കും. UK-യിൽ നിന്ന് ക്ലൈമാക്സ് അടക്കമുള്ള ചിത്രീകരിച്ചിട്ട് ഡൽഹിയിലാണ് ഈ സിനിമ ഷൂട്ടിംഗ് അവസാനിക്കുക. അങ്ങനൊരു വലിയ ബിഗ് പ്രോജക്റ്റിൻ്റെ പുറകെയാണ് ഇവരെല്ലാവരും. നല്ലൊരു വാർത്തയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ഇതുവരെയുള്ള രീതി നോക്കുമ്പോൾ സുരേഷ് ഗോപി ഈ മമ്മൂട്ടിയോടൊപ്പം ഈ ബിഗ് ബഡ്ജറ്റ് സിനിമയിൽ അഭിനയിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ സിനിമയാണ്, മനുഷ്യനാണ്, കാലാവസ്ഥയാണ്, രാഷ്ട്രീയമാണ്. ഇതൊക്കെ അറിയണമെങ്കിൽ ഏപ്രിൽ-മെയ് മാസം വരെ കാത്തു നിന്നേ പറ്റൂ. കാത്തിരിക്കുക. നമുക്ക് എല്ലാം പോസിറ്റീവ് ആവുമെന്ന് വിശ്വസിക്കാം.